So next one is factorial കാണാനാണ്. So factorial കാണാൻ വേണ്ടിയിട്ട് നമുക്കുള്ളൊരു നമ്പർ തന്നിട്ടുണ്ട്, ഒരു 5 എന്ന് പറഞ്ഞ നമ്പർ. ആ 5ൻ്റെ ഫാക്ടോറിയൽ കാണുന്നതെന്ന് വെച്ചാൽ 5 ഫാക്ടോറിയൽ ഈസ് ഈക്വൽ ടു 5 ഇൻറ്റു 4 ഇൻറ്റു 3 ഇൻറ്റു 2 ഇൻറ്റു 1. That is 3 into 2 into 1. This is 5 factorial. ഇതിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ആണ് ഒരു 5 ഫാക്ടോറിയൽ, ഒരു നമ്പർ നമുക്ക് തന്ന ഫാക്ടോറിയൽ എന്ന് പറയുന്നത്. ഇനി ഫാക്ടോറിയൽ പഠിക്കാനുള്ളത് 0 ഫാക്ടോറിയൽ വന്നാലും 1 ഫാക്ടോറിയൽ വന്നാലും അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ഈക്വൽ ടു 1. So 0 factorial is equal to 1, 1 factorial is that number only. അപ്പോൾ നമുക്ക് ഇവിടുന്ന് ഒരു കണ്ടീഷൻ കിട്ടി, 0യും 1ഉം വന്നാൽ, ഇനി 0ക്ക് മേലെ ഏത് വന്നാലും നമ്മൾ ആദ്യം ഒരു നമ്പർ എടുക്കുന്നു. ഇവിടെ 5. ഇപ്പോൾ ഞാനിപ്പോൾ ഡിക്രീസിങ് ഓർഡറിലാണ് ഫാക്ടോറിയൽ കാണുന്ന ഐട്രേറ്റീവ് മെത്തേഡാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഇനി അല്ല റിക്കേഴ്സീവ് മെത്തേഡിൽ നമുക്ക് ഫാക്ടോറിയൽ കാണാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇവിടെ നമ്പർ ഒരു 5 എന്ന് പറഞ്ഞ നമ്പർ കൊടുത്താൽ ആ 5ൻ്റെ 5 ഫസ്റ്റ് മൾട്ടിപ്ലൈ ചെയ്യുന്നു, പിന്നെ ആ 5 എന്ന നമ്പറിൽ നിന്ന് 1 മൈനസ് ചെയ്തു. ഓക്കെ, അതൊന്ന് മനസ്സിലായി. 4 ആയി, 4നെ മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഇനി അഗെയിൻ ഈ 4 നമ്പറിൽ നിന്ന് 1 മൈനസ് ചെയ്തു, 3 ആയി, അതിനെ മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഈ 3 എന്ന നമ്പർ അങ്ങനെ ഒരു ലൂപ്പായിട്ടാണ് പോകുന്നത്. അപ്പോൾ ഇതാണ് എൻ്റെ കൺസെപ്റ്റ് എന്ന് പറയുന്നത്. 0 ഫാക്ടോറിയലും അല്ലെങ്കിൽ 0ക്ക് താഴെയുള്ള ഏതെങ്കിലും നെഗറ്റീവ് വാല്യൂസ് വന്നാലും നമുക്കത് റിട്ടേൺ കൊടുക്കാം. റിട്ടേൺ ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ടാണ്, ഫംഗ്ഷനിലാണ് ഞാനിവിടെ ഫാക്ടോറിയൽ പറയുന്നത്. അപ്പോൾ നമുക്ക് പ്രോഗ്രാമിലേക്ക് പോകാം. ഫസ്റ്റ് ഒരു ഫംഗ്ഷൻ ഞാൻ ഡിഫൈൻ ചെയ്തു, ഫാക്ടോറിയൽ എന്ന് പറഞ്ഞ ഫംഗ്ഷൻ. അപ്പോൾ നമ്മൾ ഈ ഫംഗ്ഷൻ്റെ ഉപയോഗം എന്താണെന്ന് വെച്ചാൽ, ഇതിൻ്റെ ഓപ്പറേഷൻസ് എല്ലാം നമ്മൾ നേരത്തെ സെറ്റ് ചെയ്ത് വെച്ചിട്ട് നമുക്ക് പിന്നെ വേറൊരാൾ വന്നിട്ട് അയാൾ ഇൻപുട്ട് ചെയ്യുവാണെങ്കിൽ അല്ലെങ്കിൽ വേറൊരു നമ്പർ എഴുതുവാണെങ്കിലും ഈ ഫംഗ്ഷൻ ഓൾറെഡി ഫാക്ടോറിയൽ എന്നൊരു ഫംഗ്ഷൻ ഉണ്ട്. നമുക്കൊരു നമ്പർ ഇൻപുട്ട് ചെയ്ത് കൊടുത്താൽ മതി, അതിൻ്റെ ഫാക്ടോറിയൽ അവിടെ കാണാൻ പറ്റും. അപ്പോൾ ഓപ്പറേഷൻസ് ആർ ഡൺ ഇൻ ദ ഡെഫിനിഷൻ പാർട്ട്. ഓക്കെ, ഫസ്റ്റ് ഫാക്ടോറിയൽ എന്നൊരു ഡെഫിനിഷൻ. ഇപ്പോൾ നമ്മളൊരു നമ്പറാണ് അവിടെ പാസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഡെഫിനിഷൻ ഫാക്ടോറിയൽ നമ്പർ എന്ന് പറഞ്ഞ് കൊടുത്തു. ഓക്കെ, അടുത്ത് അതായത് ഇവിടെ നിന്ന് പാസ് ചെയ്യുന്ന ഏതോ ഒരു നമ്പർ, അത് നമ്മൾ ഇൻപുട്ട് വഴി, അതായത് കീബോർഡ് വഴിയാണ് നമ്മൾ ആ നമ്പർ അക്സെപ്റ്റ് ചെയ്തത്. ഓക്കെ, ഇവിടെ ഞാൻ റിട്ടേൺ എന്ന് പറഞ്ഞൊരു ഫംഗ്ഷനാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഫംഗ്ഷനിനുള്ളിൽ റിട്ടേൺ ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. അല്ലെങ്കിൽ നമുക്ക് ഫംഗ്ഷനിനുള്ളിൽ തന്നെ പ്രിൻ്റ് ചെയ്യാം. ഇവിടെ നമ്മൾ റിട്ടേൺ എന്ന് പറഞ്ഞു കൊടുത്താൽ, റിട്ടേൺ മീൻസ് ഒരു വാല്യൂ നമ്മൾ റിട്ടേൺ ചെയ്യുകയാണ്. ഇതിലെന്താണോ വന്ന ആ വാല്യൂ റിട്ടേൺ ചെയ്തിട്ട് നമ്മൾ ഫംഗ്ഷന് പുറത്ത് ആ വാല്യൂവിനെ പ്രിൻ്റ് ചെയ്യിപ്പിച്ചാൽ മതി. ഓക്കെ, എന്ത് വാല്യൂ ആണോ അവിടെ റിട്ടേൺ ചെയ്യുന്നത് അതിന് പുറത്ത് പ്രിൻ്റ് ചെയ്യിപ്പിക്കണം. നമ്മളിപ്പോൾ ഒരു കാര്യം ഫംഗ്ഷനുള്ളിൽ റിട്ടേൺ എഴുതിയാൽ ഫംഗ്ഷന് പുറത്തുനിന്ന് മസ്റ്റായിട്ട് പ്രിൻ്റ് ചെയ്യിപ്പിക്കണം. ഓക്കെ, ഫസ്റ്റ് നമ്മൾ എഴുതി ഫാക്ടോറിയൽ ഒരു നമ്പർ എന്ന് പറഞ്ഞു കൊടുത്തു. ആ നമ്മൾ കൊടുക്കുന്ന ഏതൊരു നമ്പർ ആകട്ടെ, അത് 0യോ 1ഓ ആയാൽ നമ്മൾ എന്ത് ചെയ്യും, റിട്ടേൺ 1 എന്ന് പറഞ്ഞ് പ്രിൻ്റ് ചെയ്യും. അതായത് 0 ഫാക്ടോറിയലും 1 ഫാക്ടോറിയലും 1 ഈ നമ്പറിൽ 0 ആണ് പറഞ്ഞെങ്കിൽ നമുക്കിവിടെ ഫാക്ടോറിയൽ 1 എന്ന് പ്രിൻ്റ് ചെയ്യണം. അടുത്ത് നമ്പർ 1 ആണ് നമ്മൾ ഇൻപുട്ട് ചെയ്ത് കൊടുക്കുന്നതെങ്കിൽ 1 എന്ന് പ്രിൻ്റ് ചെയ്യണം. അപ്പോൾ അതുകൊണ്ട് നമ്മൾ റിട്ടേൺ 1 ആണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഓക്കെ, മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. എൽസ് പാർട്ട് എന്ന് വെച്ചാൽ ഇത് 0യും 1ഉം അല്ലാത്ത പാർട്ടാണ് എൽസ് പാർട്ട്. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഒരു 2ഓ 3ഓ വന്നാൽ നമ്മൾ എന്താ ചെയ്യുന്നത്, 3 എന്ന നമ്പർ വന്നു, 3 എന്ന നമ്പറിൻ്റെ കൂടെ നമ്മൾ 3 ഇൻറ്റു 3 മൈനസ്, ഇവിടെ -1 ആണ്, -1. ഓക്കെ, അതാണ് നമ്മളിവിടെ ചെയ്യുന്നത്.
അപ്പോൾ ഇവിടെ 3 വന്നു. ഓക്കെ, ഫാക്ടോറിയൽ ഓഫ് 3 വന്നു. 3 ഇൻറ്റു 2 ആണ് അവിടെ റിട്ടേൺ ചെയ്യുന്നത്. അപ്പോൾ 3 ഫാക്ടോറിയൽ എന്ന് പറയുമ്പോൾ 3 ഇൻറ്റു 2 റിട്ടേൺ ചെയ്യും. അടുത്ത് 2 വീണ്ടും ഈ നമ്മിലേക്ക് തന്നെ പോകും. ഫാക്ടോറിയൽ എന്ന് പറയുന്ന ഫംഗ്ഷനിലേക്കാണ് ഈ 2 എന്ന് പറയുന്നത് പോകുന്നത്. അപ്പോൾ 2 എന്ന് പറയുന്നത് 0 അല്ല, നണ്ണല്ല. അപ്പോൾ 2 ഇൻറ്റു 1 എന്ന് പറയും. ഓക്കെ, അപ്പോൾ 2 ഇൻറ്റു 1 വരുമ്പോഴത്തേനും 1 മൈനസ് 1 അവിടെ 0 ആവും. അപ്പോൾ 3 ഇൻറ്റു 2 ഇൻറ്റു 1 അവിടെ റിട്ടേൺ ചെയ്യും. ആ എന്താണോ അവിടെ അതിൻ്റെ ഇൻറ്റു ആയിട്ടുള്ള വാല്യൂസ്, അതായത് 1 വന്നാൽ ഇവിടെ 1 വന്ന് 1 മൈനസ് 1 0 ഫാക്ടോറിയൽ എന്ന് റിട്ടേൺ 1 ആണ് ചെയ്യണമെന്ന് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അവിടെ 0 ഇൻറ്റു വരുമെന്നുള്ള കൺഫ്യൂഷൻ വരല്ല, 1 ആണ് വരുന്നത്. അപ്പോൾ അത്രയും റിട്ടേൺ ചെയ്യുന്നു. അപ്പോൾ ഇത്രയും മനസ്സിലായല്ലോ. ഇനി നമ്മൾ എക്സ് ഈക്വൽ ടു ഒരു നമ്പർ ഇൻപുട്ട് ചെയ്യുവാണ്. ആ നമ്പറിനെ നമ്മൾ പ്രിൻ്റ് ചെയ്യുന്നു. അത് നമ്മൾ ഇവിടെ കോഡ് ആ പ്രിൻറ്റിൻ്റെ അത് എഴുതി. ഇനി നമ്മൾ ഇതിലോട്ട് ഈ ഒരു ഫാക്ടോറിയൽ എന്ന് പറയുന്ന ഫംഗ്ഷനിലേക്കാണ് ആ നമ്പർ പാസ് ചെയ്യുന്നത്. ഓക്കെ, അതുകൊണ്ട് നമുക്കത് മസ്റ്റായിട്ട് ഇവിടെ ഫാക്ടോറിയൽ പ്രിൻ്റ് കൊടുക്കണം. അല്ലെങ്കിൽ ഇവിടെ പ്രിൻ്റ് കൊടുക്കുവാണെങ്കിൽ റിട്ടേൺ ഫംഗ്ഷൻ ഉപയോഗിക്കേണ്ടത് ആവശ്യമില്ല. സോ നമുക്കിതൊന്ന് റൺ ചെയ്ത് നോക്കാം. ഇത് കഴിഞ്ഞ് ഞാൻ വൈൽ ലൂപ്പ് കൂടെ എങ്ങനെയാണ് ചെയ്യുന്നത് പറഞ്ഞുതരാം. വൈൽ ലൂപ്പ് യൂസ് ചെയ്തിട്ട് ഈ ഫംഗ്ഷൻ എങ്ങനെ വർക്ക് ചെയ്യുമെന്ന് വെച്ചു. അപ്പോൾ റൺ കൊടുക്കാം. ഇപ്പോൾ ഞാനൊരു ഫാക്ടോറിയൽ 4 കൊടുത്തു. 4 ഓക്കെ ഇവിടെ ഒരു നം 1 ഓക്കെ ഇവിടെ നമ്മല്ലേ പാസ് ചെയ്തത്. ഓക്കെ, ഇങ്ങനെ എറർ കാണിക്കുന്നത് നിങ്ങൾക്ക് കുറച്ചുകൂടെ മനസ്സിലാവും. എൻ്റർ നമ്പർ സോ 4 കൊടുത്തു, എൻ്റർ ചെയ്തു. 4ൻ്റെ ഫാക്ടോറിയൽ എന്ന് വെച്ചാൽ 4 ഇൻറ്റു 3 ഇൻറ്റു 2 ഇൻറ്റു 1. 4 3s are 12 into 2 24. So the answer is correct. ഓക്കെ, അപ്പോൾ ഈ ഫാക്ടോറിയലിൻ്റെ കൺസെപ്റ്റ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്താണ് ഫാക്ടോറിയൽ, എങ്ങനെയാണ് അത് ചെയ്യുന്നതെന്ന്. ഇനി നമുക്ക് എൽസ് പാർട്ടിൽ നമുക്ക് ഇതുപോലെ തന്നെ റിട്ടേൺ കൊടുക്കുന്നെങ്കിൽ റിട്ടേൺ കൊടുക്കാം. ഞാനിവിടെ വൈൽ ലൂപ്പാണ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ. ഓക്കെ, ഇത് നമുക്ക് ഒറ്റയടിക്ക് എഴുതാൻ പറ്റും. വൈൽ ലൂപ്പ് എഴുതണമെങ്കിൽ ഫസ്റ്റ് നമ്മളൊരു അവിടെ n-1 എന്ന് പറഞ്ഞ് ഇവിടെ ഒരു ഇനിഷ്യലൈസ് ചെയ്ത് വെക്കണം. എഫ് എന്ന് പറയുന്നത് 1 എന്ന് ഇനിഷ്യലൈസ് ചെയ്ത് വെച്ചു. അതായത് 1 കൊണ്ട് ഇൻഡ്യൂ ചെയ്യണം. ഓക്കെ, എഫ് ഈക്വൽ ടു 1 അനദർ വേരിയബിൾ ഞാൻ അവിടെ ചെയ്തു. ഇനി നമ്മൾ വൈൽ ലൂപ്പ് എഴുതുവാണ്. വൈൽ എന്താ എഴുതേണ്ടത്? 0യും 1ഉം അല്ലാതെ ഇതിലെ വാല്യൂ നമ്മിലെ വാല്യൂ എന്തായിട്ട് വരണം? 1നെക്കാട്ടി ലാർജ് വേണം. സോ നം ഈസ് ഗ്രേറ്റർ ദാൻ 1. ഓക്കെ, അങ്ങനെ വന്നാൽ വൈൽ ലൂപ്പ് എങ്ങനെയാണ് എക്സിറ്റ് ചെയ്യേണ്ടത്? എഫ് ഈക്വൽ ടു അതായത് 1 ഈക്വൽ ടു അതായത് അത് ഇൻറ്റു ചെയ്യുമ്പോൾ അവിടെ 0 എന്ന വാല്യൂ വരാതിരിക്കാനാണ് എഫിൽ 1 എന്ന് നമ്മൾ ഇനിഷ്യലൈസ് ചെയ്ത് വെച്ചത്. അതായത് 1 കൊണ്ട് ഇൻറ്റു ചെയ്യുന്നു. ഓക്കെ, 1 എഫ് ഇൻറ്റു എൻ. ഓക്കെ, മനസ്സിലായല്ലോ. എഫ് ഇൻറ്റു മീൻസ് ഇവിടെ എഫ് ഈക്വൽ ടു എഫ് ഇൻറ്റു എൻ എന്ന് എഴുതാം. അല്ലെങ്കിൽ അതർവൈസ് എഫ് ഇൻറ്റു ഇവിടെ നമ്മൾ എഫ് എഫ് ഇൻറ്റു ഈക്വൽ ടു എൻ എന്ന് വെച്ചാൽ ദാറ്റ് മീനിങ് ഈസ് എഫ് ഈക്വൽ ടു എഫ് ഇൻറ്റു എൻ ആണ്. അതായത് 1നെ ആ നമ്പർ കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തു. ഇനി എന്താ ചെയ്യേണ്ടത്? ആ നമ്പറിനെ മൈനസ് ചെയ്യണമല്ലോ. നമ്പാണ് ആ നമ്പറിനെ മൈനസ് ചെയ്ത് അതായത് 5 എന്ന് പറഞ്ഞ നമ്പർ വന്നു. 5നെ 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ അതിൻ്റെ റിട്ടേൺ വാല്യൂ എന്ന് പറയുന്നത് 5 ആണ്. അടുത്തിനി നമുക്കത് ആ ലൂപ്പ് എക്സിക്യൂട്ട് ചെയ്യണം. ഓക്കെ, അതിന് വേണ്ടിയിട്ട് ഇവിടെ വൈൽ ലൂപ്പിനൊരു കോഡ്സ് ഇടുക. ഓക്കെ, എഫ് ഇൻറ്റു എഫ് ഈക്വൽ ടു എഫ് ഇൻറ്റു നം. ദെൻ ഇനി എന്താ? നം നമ്മൾ ഫാക്ടോറിയൽ ഓഫ് എൻ നം -1 ചെയ്തില്ലേ നേരത്തെ? നം -1. അപ്പോൾ നമുക്ക് മൈനസ് എന്ന ഓപ്പറേറ്റർ കൊടുക്കാം.
ഈക്വൽ ടു 1 ആണ് നമ്മൾക്ക് അവിടെ നിന്ന് മൈനസ് ചെയ്യേണ്ടത്. സോ അത് ചെയ്തു. റിട്ടേൺ എഫ് റിട്ടേൺ ചെയ്യാം. ഓക്കെ, ഇത്രയേ ഉള്ളൂ അവിടെ പ്രശ്നം. അവിടെ ഒരു വരുള്ളൂ. ഇവിടെ നമ്പെന്ന് പറയുന്നത് നമുക്ക് 3 ആണെന്ന് വയ്ക്കാം. ഓക്കെ, 3 ഇൻറ്റു ചെയ്തു. ദെൻ 3 1 കുറഞ്ഞു, 2 ആയി. 2 ഈസ് ഓൾസോ ലൂപ്പ് എക്സിക്യൂട്ട് ചെയ്ത് നോക്കും. 2 ഈസ് ഗ്രേറ്റർ ദാൻ 1 ആണ്. അപ്പോൾ നേരത്തെ എഫിൽ നമ്മൾ ഇനിഷ്യലൈസ് ചെയ്ത് 1 വെച്ചിരുന്നാൽ മാത്രമേ ഇൻറ്റു ചെയ്യുമ്പോഴത്തേനും ഇവിടെ 0 എന്ന് കൊടുത്താൽ എന്താ പറ്റുക? എല്ലാം 0 വാല്യൂ ആയിട്ട് പോകും. അതുകൊണ്ടാണ് നമ്മൾ എഫിനെ 1 എന്ന് അവിടെ ഇനിഷ്യലൈസ് ചെയ്ത് വെക്കുന്നത്. അപ്പോൾ 1 ഇൻറ്റു 3 എടുത്തു. ഇവിടെ 2 ആയി. എഗെയിൻ 2 വന്നു. അപ്പോൾ 3 എന്ന് പറഞ്ഞത് എഫിൽ ഓൾറെഡി ആയി. എഫിലെ 1 മാറി അവിടെ 3 ആയി. ഓക്കെ, ഇനി 3 ഇൻറ്റു -1 എന്താണ്? 2 അല്ലേ? അപ്പോൾ 2 ആയി. എഗെയിൻ ഈ ലൂപ്പിൽ വരുന്നു. 3 ഇൻറ്റു 2 അവിടെ 6 എന്ന് പറയുന്നത് എഫിൽ ആയിക്കഴിഞ്ഞു. ഓക്കെ, ഇനി 2 -1 എടുത്തു, 1 കൊടുത്തു. 1 എഗെയിൻ ഇവിടെ വന്നു. അപ്പോൾ അവിടെ ലൂപ്പ് ഇതായി പോയി. അങ്ങനെ 3 ഇൻറ്റു 2 മാത്രം ചെയ്യും. 3 ഇൻറ്റു 2 6. അപ്പോൾ നമുക്കതൊന്ന് റൺ ചെയ്ത് നോക്കാം. ഇതാണ് വൈൽ ലൂപ്പ് യൂസ് ചെയ്തിട്ട് നമ്മൾ ഫാക്ടോറിയൽ എഴുതുന്നത്. ഇനി ഐട്രേഷൻ മെത്തേഡും ഉണ്ട്. അത് സിമ്പിളാണ്. ഇത് ഇതുപോലെ റിട്ടേൺ ചെയ്തിട്ടാണ്. ഒറ്റ ലൈൻ മതി. ഇപ്പോൾ വൈലൊക്കെ ആകുമ്പോൾ നമ്മളിപ്പോൾ ഇനിഷ്യലൈസ് ചെയ്ത് വെക്കണം, ഇത് ചെയ്യണം. നേരത്തെ ഇതാണെങ്കിൽ കുറച്ചുകൂടെ എളുപ്പമുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്കൊന്ന് എക്സിക്യൂട്ട് ചെയ്ത് നോക്കാം. റൺ ചെയ്യാം. ഞാനിവിടെ 3 എന്നൊരു നമ്പർ കൊടുത്തു. ഫാക്ടോറിയൽ ഈസ് 3 ആണ് വന്നത്. ഓക്കെ, എന്താണ് പ്രശ്നമെന്ന് നോക്കാം. അപ്പോൾ ഇവിടെ ഒരു പ്രശ്നമെന്ന് വെച്ചാൽ നമ്മുടെ വൈൽ ലൂപ്പ് തൊട്ട് താഴെയാണ് റിട്ടേൺ കിടന്നുകൊണ്ടാണ് അത് എക്സിക്യൂട്ട് ആവാത്തത്. അപ്പോൾ അതിനെ ബാക്ക് സ്പേസ് അടിക്കുമ്പോഴത്തേനും ആ വൈൽ ലൂപ്പിന് പുറത്ത് വന്നിട്ടാണ് നമ്മൾ റിട്ടേൺ കൊടുക്കുന്നത്. അല്ലെങ്കിൽ ആ നമ്പർ തന്നെയാണ് റിട്ടേൺ ആയിക്കൊണ്ടിരിക്കുകയുള്ളൂ. ഏത് നമ്പർ അവിടെ വരുന്നോ ആ നമ്പറിന് അവിടെ റിട്ടേൺ ആയിക്കൊണ്ടേയിരിക്കുമോ. ഈ വൈൽ ലൂപ്പിലുള്ളത് എന്താണ്, ഓപ്പറേഷൻ റൺ ആവത്തില്ല. അപ്പോൾ നമുക്ക് റൺ ചെയ്യാം. റൺ ചെയ്തു. 5 കൊടുത്തു, 120. ഓക്കെ, സോ ഇങ്ങനെയാണ് നമ്മൾ ഫാക്ടോറിയൽ കണ്ടുപിടിക്കുന്നത്. ഫാക്ടോറിയലിൻ്റെ കൺസെപ്റ്റ് ഇതാണ്.